മത്സരിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ ഡിബേറ്റ് കേൾക്കാൻ വന്നതാണ്. അതിന് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വിഷയം സ്ത്രീ ശാക്തീകരണം, അതിന് സംവരണം ആവശ്യമാണോ അല്ലയോ എന്ന അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് അതിലേക്ക് ഈ സംവരണം ആവശ്യമാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷെ എങ്കിലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്കൊരു 16-17 വയസ്സുള്ള കാലത്ത് എൻ്റെ അമ്മയല്ല, അയൽപ്പക്കത്തെ ഒരു അമ്മ മകളോട് പറഞ്ഞത് ഞാൻ കേട്ടത്, ഈ സ്കൂളിൽ പോകുമ്പോൾ കാലിൻ്റെ വിരകളിൽ നോക്കി നടക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തല വിളിച്ച് നടക്കണം എന്നതാണ്. ഇടതുവശം നോക്കാൻ പാടില്ല, വലതുവശം നോക്കാൻ പാടില്ല, നേരെ നോക്കാൻ പാടില്ല. ഈ കാലിൻ്റെ വിരലുകളിൽ നോക്കി നടന്ന് സ്കൂളിൽ പോകണം എന്നതാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്ന് എവിടെ ഇനി എവിടെ നോക്കിയാലും സ്ത്രീ സാന്നിധ്യം നമുക്ക് കാണാം. ഇപ്പം നമ്മളൊരു ബാങ്കിൽ ചെന്ന് നോക്കൂ, ഫെഡറൽ ബാങ്കിൽ ചെന്ന് നോക്കൂ, എത്ര സ്ത്രീകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കോളേജിൽ ചെന്ന് നോക്കും, നമ്മൾ കോളേജിലാണ് ഉള്ളത്. ഇവിടെയുള്ള അധ്യാപകരിൽ എനിക്ക് കൂടുതലും സ്ത്രീകളാണ്. ഏതൊരു ഓഫീസിൽ കയറി ചെന്നാലും അവിടെയും നമ്മൾ കാണുന്നത് സ്ത്രീകളാണ്. അപ്പം എല്ലായിടത്തും സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഇത് സംവരണത്തിൽ കൂടിയാണോ അല്ലാതെയാണോ എന്നുള്ള അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും സ്ത്രീ ശാക്തീകരണം ഏറ്റവും നന്നായിട്ട് നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കിയാൽ സ്ത്രീകൾ എവിടെ അവരുടെ ജീവിത നിലവാരം കണ്ടാണോ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയധികം ശോചനീയമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകളുടെ ജീവിതം. നമ്മൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ഇനിയും തുടരണം. എനിക്ക് ഒരു സ്വപ്നമുണ്ട്, അത് കേരളത്തിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നാണ്. കാരണം അവിടെ അതായിരുന്നു സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നമുക്ക് സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലിയിൽ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിൽ അവിടെയൊക്കെ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുക. 30% മറ്റ് സംവരണം ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ ഇതുവരെ പുരുഷൻ്റേതായ ഒരു കേരളമാണ് നമ്മൾ കണ്ടത്. സ്ത്രീയുടേതായിട്ടുള്ള കേരളം നമ്മൾ നിർമ്മിക്കണം. അപ്പോൾ അതിനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മളിവിടെ നടത്തുന്ന ഈ ഡിബേറ്റിൽ അതിൻ്റെ വഴികൾ കൂടി തെളിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നന്നായി സംസാരിക്കുക. മത്സരിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അറിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അറിവ് എന്നുള്ളത് അല്ലെങ്കിൽ അക്ഷരങ്ങൾ എന്നുള്ളത് അത് വളരെ പ്രധാനമാണ്. അക്ഷരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടുകാണ് യോൻ ഫോർസെ എന്ന എഴുത്തുകാരൻ കഴിഞ്ഞ വർഷം നൊബേൽ പ്രൈസ് കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വായനക്കാർ ഒരുപാട് പേര് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുവെന്ന് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പം അത്രയും വാക്കുകളെയും എഴുത്തുകാരെയും ലോകം ആദരിക്കുന്നുണ്ട്. അങ്ങനെയൊരു ലോകത്തിലാണ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. മത്സരിച്ചില്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞ വിഷയങ്ങളെ കടക്കുക, ആഴത്തിൽ ചിന്തിച്ച് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആശംസകൾ. അതേസമയത്ത് ഇങ്ങനൊരു പരിപാടി ഒരുക്കിയതിൽ മാതൃഭൂമിയും ഫെഡറൽ ബാങ്കിനെ അനുമോദിക്കുന്നു. ഇതുപോലെ ഫെഡറൽ ബാങ്ക് ഇങ്ങനെ പലതും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ഒരു KLF കോഴിക്കോട് അവരെ ഫെഡറൽ ബാങ്ക് ഒരു സാഹിത്യ പുരസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലതാണ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളിൽ സാഹിത്യത്തിലും സംസ്കാരത്തിലുമൊക്കെ അവർ ഇടപെടണം. അവരുടെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കുറച്ചു നേരം കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായി സംസാരിക്കുക.